الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين، أما بعد. وقد قال الله سبحانه وتعالى في كلامه العزيز: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، ولا تقف ما ليس لك به علم، إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖികളായ ദാസന്മാരിൽ നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ, നമുക്ക് വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും ജന്നാത്തുൽ ഫിർദൗസും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിക്കുന്ന കാലം മുഴുവൻ ഇസ്സത്തോടുകൂടി ജീവിക്കാൻ അല്ലാഹു തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മറ്റ് സഹാബാക്കളും ഒരു സദസ്സിൽ ഇരിക്കുകയായിരുന്നു. പ്രമുഖ സഹാബിവര്യനായിരുന്ന ജരീർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹുവും അവരുടെ കൂടെയുണ്ട്. സഹാബാക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടി ദീനീപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാളിൽ നിന്ന് ശബ്ദത്തോടെ കീഴ്വായു പുറപ്പെട്ടു. ഇതറിഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അത് സംഭവിച്ച വ്യക്തിയോട് എഴുന്നേറ്റ് വെളിയിൽ പോയി വുളൂ ചെയ്തു വരൂ എന്ന് പറയാൻ ഉപദേശിക്കുന്നത് കണ്ട ജരീർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു: അമീറുൽ മുഅ്മിനീൻ അയതവല്ലഉൽ ഖൗമ ജമീഅൻ, നമുക്കെല്ലാവർക്കും പോയി ഒന്ന് വുളൂ എടുത്തു വന്നാലോ? ജരീർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹുവിന്റെ അഭിപ്രായം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ വല്ലാതെ സന്തോഷിപ്പിച്ചു. അദ്ദേഹം ജരീർ ഇബ്നു അബ്ദുല്ലയോടായി പറഞ്ഞു: റഹിമകല്ലാഹ്, അല്ലാഹു തആല താങ്കളെ അനുഗ്രഹിക്കട്ടെ. നിഅമ സയ്യിദു കുൻത ഫിൽ ജാഹിലിയ്യതി വ നിഅമ സയ്യിദു അൻത ഫിൽ ഇസ്ലാം. ജരീർ, താങ്കൾ ജാഹിലിയ്യത്തിൽ എല്ലാം തികഞ്ഞ ഒരു നേതാവായിരുന്നു. താങ്കൾ അതേപോലെ ഇസ്ലാമിലും എല്ലാം തികഞ്ഞ ഒരു നേതാവ് തന്നെയാണ്. അബൂബക്കർ, മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സന്നിധിയിൽ ജരീർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യന്റെ അഭിമാനത്തെ കൃത്യമായ ഇടപെടൽ കൊണ്ട്, തന്റെ അങ്ങേയറ്റത്തെ പക്വത കൊണ്ടും ബുദ്ധിപൂർവ്വത കൊണ്ടും ജരീർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു പരിരക്ഷിക്കുന്നതാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുക. ഇസ്ലാമിക ശരീഅത്ത് മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ ജീവിതത്തിൽ 5 കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് ഇസ്ലാമിക ശരീഅത്ത് പറയുന്നുണ്ട്. ഈ 5 കാര്യങ്ങളെ ദറൂരിയാത്തുൽ ഖംസ്, അനിവാര്യമായും സംരക്ഷിക്കേണ്ട 5 കാര്യങ്ങൾ എന്ന തലക്കെട്ടിലാണ് ഇസ്ലാമിക ശരീഅത്ത് അതിന്റെ വിശദാംശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക. 5 കാര്യങ്ങൾ ഒരു വിശ്വാസിയുടേത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറയുന്നിടത്ത ഒന്നാമത്തെ കാര്യം ഹിഫ്ളുദ്ദീൻ, ഒരാളുടെ മതം സംരക്ഷിക്കപ്പെടണം. രണ്ടാമത്തത് ഹിഫ്ളുൻ നഫ്സ്, ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ സംരക്ഷണമാണ്. മൂന്നാമത്തേത് ഹിഫ്ളുൽ മാൽ,
ഒരാളുടെ സാമ്പത്തിക സംരക്ഷണമാണ്. നാലാമത്തേത് ഹിഫ്ളുൻ നസ്ൽ, ഒരാളുടെ വംശ പരമ്പരയുടെ പരിരക്ഷയാണ്. ദറൂരിയാത്തുൽ ഖംസിൽ അഞ്ചാമതായി ഇസ്ലാമിക ശരീഅത്തിന്റെ ഉള്ളടക്കങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്ന അടിസ്ഥാനം ഹിഫ്ളുൽ ഇർദ്, അഭിമാന സംരക്ഷണമാണ്. ഈ 5 കാര്യങ്ങൾ ഒരു കാരണവശാലും ഒരർത്ഥത്തിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കയ്യേറ്റം ചെയ്യപ്പെടാനോ നശിപ്പിക്കപ്പെടാനോ പാടില്ല എന്ന് ദീൻ കർക്കശ സ്വഭാവത്തിൽ പരിഗണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ 5 കാര്യങ്ങൾക്ക് വേണ്ടി ഏറ്റുമുട്ടേണ്ടി വന്നാൽ ആ മാർഗത്തിൽ അതിനെതിരെ തിരിച്ച് പ്രതിരോധിക്കാൻ, അതിനെതിരെ സമരം ചെയ്യാൻ ഒരു വ്യക്തിക്ക് ദീനുൽ ഇസ്ലാം കൃത്യമായ നിയമ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതും നമുക്ക് ഇസ്ലാമിക ശരീഅത്തിൽ കാണാം. ഹിഫ്ളുൽ മാൽ, സമ്പത്ത്, ഹിഫ്ളുൻ നസ്ൽ, ഹിഫ്ളുൽ ഇർദ്, ഹിഫ്ളുൻ നഫ്സ്, ഹിഫ്ളുൽ ദീൻ, ഇതൊക്കെ സംരക്ഷിക്കപ്പെടുന്നതിനോടൊപ്പം അത്രമേൽ പ്രാധാന്യമുള്ളതാണ് ഒരാളുടെ അഭിമാനത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്. മനുഷ്യന്റെ ജീവനോളം അതിന് വിലയുണ്ട് എന്ന് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നു. ആ അർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു, ഒരുപക്ഷെ കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ നടന്ന ഒരു സംഭവം. തന്നെ ശാരീരികമായി ആക്രമിച്ചു എന്ന് ഒരു യുവതി ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് അഭിമാനക്ഷതമേറ്റ ഒരു യുവാവ് ജീവനൊടുക്കിയതും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും മാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് നാം ഉള്ളത്. സ്ത്രീകളെ കയ്യേറ്റം ചെയ്യുക, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് അതിന് നിയമപരമായ മുന്നോട്ട് പോക്ക് സാധ്യമാണ് എന്നിരിക്കെ വനിതാ കമ്മീഷനും നിയമപരിരക്ഷയും കോടതിയും പോലീസും ഒക്കെയുള്ള ഒരു നാട്ടിൽ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഞാൻ ഇടുന്ന ഒരു വീഡിയോ, ആ വീഡിയോയുടെ അടിയിലുള്ള കമന്റുകളിൽ വന്നു നിറയുന്ന കമന്റ് ബോക്സ് വിധി എഴുതട്ടെ എന്ന് തീരുമാനിക്കുന്നത് ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് നേരെയുള്ള കയ്യേറ്റമായിരുന്നു എന്ന് ദീപക് എന്ന ചെറുപ്പക്കാരന്റെ ആത്മഹത്യയിലൂടെ കേരള സമൂഹം കണ്ടു കഴിഞ്ഞു. ആ അർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവൻ ഇല്ലാതായിപ്പോയ ഒരു നാട്ടിൽ നിന്നുകൊണ്ടാണ് മനുഷ്യന്റെ അഭിമാനത്തെക്കുറിച്ചും സ്വകാര്യതയെക്കുറിച്ചും വിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ചിലത് പറയാനുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഓരോ വ്യക്തിക്കും അവന്റെ ജീവിതത്തിൽ പവിത്രമായ ചില ഇടങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. മറ്റൊരാൾക്കും കടന്നു കയറാൻ അനുവാദമില്ലാത്ത, മറ്റൊരാൾക്കും എത്തി നോക്കാൻ അനുവാദമില്ലാത്ത ചില ഇടങ്ങൾ ഓരോ മനുഷ്യന്റെയും വ്യക്തിപരമായ ജീവിതങ്ങളാണ് അത് എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഓരോ വ്യക്തിക്കും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഭാര്യാമക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുമായി അടുത്തിടപഴകുന്ന സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെയും അവയെല്ലാം ഒരാളുടെ വ്യക്തിപരമായ ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതങ്ങളാണ്. ആ ജീവിതത്തിന് ഇസ്ലാമിക ശരീഅത്ത് നൽകുന്ന ഒരു പേരുണ്ട്. പക്ഷെ ആ പേരിനെ നമ്മൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നിടത്ത് മുസ്ലിം സമൂഹത്തിന് തന്നെ വലിയ അബദ്ധധാരണ സംഭവിച്ചിട്ടുണ്ട്. ഔറത്ത് എന്നാണ് ഇസ്ലാം ഒരാളുടെ സ്വകാര്യതയ്ക്ക് നൽകുന്ന പേര്. മറ്റുള്ളവർ കാണുന്നത്, ഞാൻ ഇഷ്ടപ്പെടാത്ത എന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ മറ്റുള്ളവർ കാണരുത് എന്നും അവർ എത്തി നോക്കരുത് എന്നും ആഗ്രഹിക്കുന്ന എന്റെ ജീവിതത്തിലെ ഇടങ്ങൾ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാം എല്ലാവരും വസ്ത്രം ധരിക്കുന്നവരാണ്. എന്തിനാണ് നമ്മൾ വസ്ത്രം ധരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എന്റെ ഔറത്ത് ആരും കാണരുത് എന്നാണ് നമ്മളതിന് മറുപടി പറയുക. പക്ഷെ നമ്മിൽ അധിക ആളുകളും വെച്ചു പുലർത്തുന്ന ഒരു തെറ്റായ ധാരണയുണ്ട്. ഔറത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരവുമായി മാത്രം ബന്ധപ്പെട്ട ഒരു പ്രയോഗമാണ് എന്ന് നമ്മൾ മദ്രസ കാലങ്ങളിലെ നമ്മൾ പഠിച്ചു വന്നു. നമസ്കാരത്തിന്റെ നിബന്ധനകളിൽ ഔറത്ത് മറയ്ക്കൽ അത് നമസ്കാരത്തിന്റെ ഷർത്താണ് എന്ന് നമ്മൾ പണ്ടേ പഠിച്ചു മനസ്സിലാക്കി വെച്ചതുകൊണ്ട് ഔറത്ത് എന്നാൽ ഒരു മനുഷ്യന്റെ മുട്ടുപൊക്കളിനിടയിലുള്ളത് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കി വെച്ചതിൽ ചില അബദ്ധങ്ങളുണ്ട്. അത് മാത്രമല്ല ഔറത്ത് എന്ന് പറയുന്നത് മറ്റുള്ളവർ എത്തി നോക്കാൻ പാടില്ലാത്ത, മറ്റുള്ളവർ എത്തി നോക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ ജീവിതത്തിലെ വ്യക്തിപരമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഇസ്ലാമിക ശരീഅത്തിന്റെ ഭാഷയിൽ അൽ ഔറത്ത്, ഔറത്ത് എന്ന
വ്യവഹാരത്തിലാണ്, സാങ്കേതിക പ്രയോഗത്തിലാണ് അത് ഉൾപ്പെടുക. എനിക്ക് ശാരീരികമായ ന്യൂനതകളുണ്ട് എങ്കിൽ ആ ന്യൂനതകൾ മറ്റൊരാൾ അറിയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ആ ശാരീരികമായ ന്യൂനത എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് ഇസ്ലാമിക ശരീഅത്തിൽ ഔറത്ത് എന്നാണ് പറയുക. എന്റെ അഭിമാനത്തിന് പോറലേൽപ്പിക്കുന്ന, എന്റെ ജീവിതത്തിൽ ബാധിച്ച ഏതെങ്കിലും ന്യൂനതകളുണ്ട് എങ്കിൽ ആ ന്യൂനതകൾ മറ്റുള്ളവർ അറിയരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ഔറത്ത് എന്നാണ് പറയുക. എനിക്ക് വല്ലാത്ത കടമുണ്ടായി എന്ന് വെക്കുക, സാമ്പത്തികമായ ബാധ്യതയുണ്ടായി എന്ന് വെക്കുക. ഞാൻ വലിയ സമ്പന്നനായിരുന്നു, എനിക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാവുകയും അങ്ങനെ എന്റെ സാമ്പത്തിക നഷ്ടം ജനങ്ങൾ അറിയരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സാമ്പത്തിക നഷ്ടം എന്ന് പറയുന്നത് അത് മറ്റൊരാൾ അറിയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതെന്റെ മാത്രം സ്വകാര്യതയിലെ എന്റെ മാത്രം ഔറത്താണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു രോഗമുണ്ട്, മാനസികമായ ഒരു രോഗമുണ്ടായി എന്ന് വെക്കുക, ഭ്രാന്തുണ്ടായി എന്ന് വെക്കുക. അത് ജനങ്ങൾക്കിടയിൽ വലിയൊരു ഐബാണ് എന്നിരിക്കട്ടെ, അത് ജനങ്ങൾ അറിയരുത് എന്ന് ഞാൻ ആഗ്രഹിക്കും. കാരണം അതെന്റെ ഔറത്താണ്. ഇത്തരം ഔറത്തുകൾ സംരക്ഷിക്കാൻ, ഇത്തരം ന്യൂനതകൾ സംരക്ഷിക്കാൻ ആ വ്യക്തിക്ക് ചുറ്റും ജീവിക്കുന്ന മറ്റുള്ളവർക്കെല്ലാം ബാധ്യതയുണ്ട് എന്നതാണ് ദീനുൽ ഇസ്ലാം നമ്മുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ അവതരിപ്പിക്കുന്നത്, ഓരോ നിയമങ്ങളും മുന്നോട്ട് വെക്കുന്നത് ഓരോ വ്യക്തിയുടെയും അഭിമാനം, ഹിഫ്ളുൽ ഇർദ്, അവന്റെ അഭിമാനം സംരക്ഷിക്കുക എന്ന ഇസ്ലാമിന്റെ മഖാസിദ് ശരീഅയുടെ, ശരീഅത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒന്നാണ്. പണ്ഡിതന്മാർ അതിനെ ളറൂരിയാത്തുൽ ഖംസ് എന്നാണ് വിവക്ഷിക്കുന്നത്. അനിവാര്യമായും സംരക്ഷിക്കേണ്ട ഘട്ടങ്ങളിൽ ഒന്നാണ് മനുഷ്യന്റെ അഭിമാനം എന്നുള്ളത്. ഒരു വ്യക്തിയുടെ അഭിമാനം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ആ വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് മറ്റുള്ളവർ എത്തി നോക്കാൻ പാടില്ല എന്നതാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല പറയുന്നു, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഒരിക്കൽ പ്രഭാഷണത്തിന് വേണ്ടി, ഖുതുബ നിർവഹിക്കുന്നതിന് വേണ്ടി മിമ്പറിൽ കയറി. റസൂൽ വളരെ കോപിഷ്ഠനാണ്, വളരെ ഉച്ചത്തിലാണ് അവിടുന്ന് സംസാരിക്കുന്നത്. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ പോലും മൈക്രോഫോൺ പോലും ഉപയോഗിക്കാത്ത പ്രവാചകന്റെ കാലത്തെ പള്ളിയിലെ ഖുതുബ വളരെ ഗൗരവഭാവത്തിൽ വലിയ ശബ്ദത്തിലുള്ള പ്രവാചകന്റെ പ്രഭാഷണം വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ പോലും കേൾക്കുന്നു. യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലിൽ ഈമാൻ ഖൽബഹു. ചില ആളുകളുണ്ട്, റസൂലിന്റെ പ്രഭാഷണം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലിൽ ഈമാൻ ഖൽബഹു. ചില ആളുകളുണ്ട്, അവർ നാവ് കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു, അവരുടെ ഹൃദയത്തിലേക്ക് വിശ്വാസം കടന്നെത്തിയിട്ടില്ല. അത്തരം ചില ആളുകൾ, അവരോട് എനിക്ക് പറയാനുള്ളത്, ലാ തഗ്താബുൽ മുസ്ലിമീൻ, നിങ്ങൾ ഒരിക്കലും മുസ്ലിമീങ്ങളെ കുറിച്ച് ഗീബത്ത്, പരദൂഷണം പരത്തരുത്. വലാ തത്തബിഉ ഔറാത്തിഹിം, അവർ മറച്ചു വെച്ചത്, അവരുടെ പോരായ്മകൾ, അവരുടെ ന്യൂനതകൾ, അവരുടെ സാമ്പത്തിക ബാധ്യതകൾ, അവരുടെ കച്ചവടം പൊട്ടിയത്, അവരുടെ കുടുംബം വിച്ഛേദിക്കപ്പെട്ടത്, അവർ തലാഖ് ചൊല്ലപ്പെട്ടത് ഒരിക്കലും ചൂഴ്ന്നന്വേഷിക്കരുത്. അത് നിസ്സാരമായ കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം പറഞ്ഞത്, ഇത് ദുനിയാവിൽ അല്ലാഹു ശിക്ഷിക്കുന്ന കാര്യമാണ്. ഫഇന്നഹു മൻ യത്തബിഉ ഔറത അഖീഹി യത്തബിഉ അല്ലാഹു ഔറത. ആരെങ്കിലും തന്റെ സഹോദരന്റെ ന്യൂനത അന്വേഷിച്ചു നടക്കുന്നുവെങ്കിൽ അവന്റെ ന്യൂനത അല്ലാഹു കണ്ടുപിടിക്കും. വമൻ തതബ്ബഅ അല്ലാഹു ഔറതഹു യഫ്ളഹുഹു ഫീ ജൗഫി ബൈതിഹി. അല്ലാഹു ആരുടെയെങ്കിലും ഔറത്ത് പുറത്തെടുക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ സ്വന്തം വീടിനുള്ളിൽ വാതിലടച്ച് താമസിച്ചാലും അല്ലാഹു തആല അവനെ ജനമധ്യത്തിൽ വഷളാക്കുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൗരവഭാവത്തിൽ അവിടുന്ന് മിമ്പറിൽ നിന്നുകൊണ്ട് പ്രഭാഷണം നടത്തുന്നത് വീടകങ്ങളിലിരിക്കുന്ന സ്ത്രീകൾ കേട്ടുവെന്ന് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഓരോ വ്യക്തിക്കും ഒരു പവിത്രതയുണ്ട്, ഓരോ വ്യക്തിക്കും ഒരു ആദരവുണ്ട്. ആ ആദരവിനെ കുറിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണത്തിലെ, അവിടുത്തെ പ്രഭാഷണത്തിലെ മർമ്മം എന്ന് പറയുന്നത് മനുഷ്യന്റെ അഭിമാനത്തെ ഉയർത്തിപ്പിടിക്കാൻ അവിടുന്ന് തന്റെ മുമ്പിലുള്ള സഹാബത്തിനോട്, മാനവരാശിയോട് ഉദ്ഘോഷിക്കുന്നതാണ് ഹജ്ജത്തുൽ വദാഇൽ കാണുന്നത്. ഫഇന്ന ദിമാഅകും വഅംവാലകും വഅറാദകും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമികും ഹാദാ ഫീ ശഹരികും ഹാദാ വഫീ ബലദികും ഹാദാ. മക്കയുടെ പവിത്രതയുള്ള, ദുൽഹിജ്ജ മാസത്തിന്റെ പവിത്രതയുള്ള റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഈ അറഫാ ദിനത്തിന്റെ, നിങ്ങൾ നിൽക്കുന്ന ഈ അറഫാ ദിനത്തിനേക്കാൾ മഹത്വമുണ്ട്
ഒരു വിശ്വാസിയുടെ രക്തത്തിനും അവന്റെ അഭിമാനത്തിനും അവന്റെ സമ്പത്തിനുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഹജ്ജത്തുൽ വദാഇൽ വിശദീകരിക്കാൻ, ഓരോ വ്യക്തിയുടെയും അഭിമാനത്തിന്, ആ വ്യക്തിയുടെ അഭിമാനത്തിലേക്ക് ആരെങ്കിലും കടന്നു കയറുന്നുവെങ്കിൽ അത് ശർഈയായി ഭീകര കുറ്റകൃത്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേരെ നോക്കിക്കൊണ്ട്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല കഅബയുടെ നേരെ നോക്കിക്കൊണ്ട്, അദ്ദേഹം ഏതെല്ലാം സന്ദർഭങ്ങളിൽ കഅബയെ അഭിമുഖീകരിക്കുമ്പോഴൊക്കെയും അദ്ദേഹം പറയാറുള്ള ഒരു വാചകത്തെ കുറിച്ച് ഉദ്ധരിക്കുന്നുണ്ട്. മാ അഅലമകി വ അഅലമ ഹുർമതകി, അല്ലയോ കഅബ, നിനക്ക് എത്രമാത്രം പവിത്രതയാണുള്ളത്, നീ എത്ര ശ്രേഷ്ഠവതിയാണ്, നീ എത്ര പരിശുദ്ധവതിയാണ് എന്ന് പറഞ്ഞതിന് ശേഷം വൽ മുഅ്മിനു അഅലമു ഹുർമതൻ ഇൻദല്ലാഹി മിൻക, നിന്റെ പവിത്രതയുണ്ടല്ലോ കഅബ, നിന്റെ പവിത്രതയുണ്ടല്ലോ, ആ പവിത്രതയേക്കാൾ മഹോന്നതിയും മഹത്തരവുമുണ്ട് ഒരു വിശ്വാസിയുടെ അഭിമാനത്തിന് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഅബയെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറയാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. നാം കഅബയെ ആദരിക്കുന്നവരാണ്. പക്ഷേ കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്ന വിശ്വാസികളോട് ആദരവ് വെച്ച് പുലർത്തുന്നതിൽ നമുക്ക് വീഴ്ച വന്നുകൊണ്ടിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കും വീഴ്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മഹാഭൂരിപക്ഷം ജനങ്ങളുടെ ന്യൂനതകൾ ചുഴിഞ്ഞന്വേഷിക്കുക എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ ജോലി. ജനങ്ങളെ വസ്ത്രം ഉരിഞ്ഞ് പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, കട്ട് കേൾക്കുകയും കട്ട് നോക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. അല്ലാഹുവിന്റെ റസൂൽ അവരെ കുറിച്ച് പറഞ്ഞത് മനിസ്തമഅ ഇലാ ഹദീസി ഖൗമിൻ വഹും ലഹു കാരിഹൂൻ, ഞാൻ കേൾക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വർത്തമാനമാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ, എന്നിട്ട് ഞാനത് കട്ട് കേൾക്കുകയും കാണുകയും ചെയ്യുന്നുവെങ്കിൽ നാളെ പരലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ചെവിയിൽ അത് ഈയം ഒഴുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അതിമനോഹരമായ ഒരു കവിതയുണ്ട്. ലിസാനുക ലാ തദ്കുർ ബിഹി ഔറതം റിഇൻ, നിന്റെ നാവ് ഉപയോഗിച്ച് നീ ഒരു മനുഷ്യന്റെ ഔറത്തിനെ കുറിച്ച് നീ സംസാരിക്കരുത്. ഫകുല്ലുക ഔറാത്തിൻ വലിന്നാസി അൽസുനു, ഒരു മനുഷ്യൻ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന പോരായ്മകളെ കുറിച്ച് നീ സംസാരിക്കുന്നുവെങ്കിൽ നിന്റെ പോരായ്മകളെ കുറിച്ച് സംസാരിക്കാനുള്ള നാവ് ജനങ്ങളുടെ കയ്യിലുണ്ട് എന്ന് നീ തിരിച്ചറിയണം. വഅൈനാക ഇൻ അബദതി ഇലൈക മആയിബ ഫദഅഹാ വഖുൽ യാ ഐനു ലിന്നാസി അയ്യുനു, നിന്റെ കണ്ണുകൾ മറ്റുള്ളവർ കാണാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നിനക്ക് കാണിച്ചു തരുന്നുണ്ട് എങ്കിൽ, നിന്റെ കണ്ണുകൾ മറ്റുള്ളവർ കാണാൻ ആഗ്രഹിക്കാത്ത പലതിലേക്കും നിന്റെ ദൃഷ്ടി പതിയുന്നുണ്ട് എങ്കിൽ നീ കണ്ണിനോട് പറയണം യാ ഐനു ലിന്നാസി അയ്യുനു, വേണ്ടാത്തത് നോക്കരുത്, ജനങ്ങൾക്കും കണ്ടുണ്ട് എന്ന തിരിച്ചറിവ് നിനക്കുണ്ടാവേണ്ടതുണ്ട് എന്ന് മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞും പാടിയും വെക്കുന്നുണ്ട്. ചൂഴ്ന്നന്വേഷിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം അതികഠിനമായി വിലക്കിയിട്ടുള്ളതാണ്. അതിന് പല രീതികളുണ്ട്. കണ്ണുകൾ ഉപയോഗിച്ച് വേണ്ടാത്തത് നോക്കുക എന്നുള്ളത്, മറ്റുള്ളവർ രഹസ്യമാക്കി വെച്ച രേഖകൾ പരിശോധിക്കുക എന്ന് പറയുന്നത്, മറ്റുള്ളവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ളത് നിലനിൽക്കുന്ന ലോകത്ത് അതിന് പല ആധുനിക വേർഷനുകളുമുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ ജീവിതങ്ങളുണ്ട്. ആ ജീവിതങ്ങളിലേക്ക് എത്തി നോക്കാൻ ഓരോരുത്തർക്കും അവരുടേതായ വീടുകളും സ്വകാര്യതകളുമുണ്ട്. അതിലേക്ക് എത്തി നോക്കാൻ ഒരു മനുഷ്യനും അനുവാദമില്ല. വിശുദ്ധ ഖുർആൻ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നതിന്റെ മര്യാദ പറഞ്ഞു തരുന്നിടത്ത് അനുവാദം ചോദിക്കാതെ വീട്ടിലേക്ക് കടന്നു ചെല്ലരുത് എന്നത് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും വലിയ പാഠമാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ ദാലികും ഖൈറുൻ ലക്കും ലഅല്ലകും തദക്കറൂൻ. നിങ്ങൾ സലാം ചൊല്ലാതെ പരിചയപ്പെടുത്താതെ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലരുത് വിശ്വാസികളെ. വീട് എന്നുള്ളതാണ് വിശുദ്ധമായ ഖുർആൻ ഇവിടെ പ്രയോഗിച്ചത്. ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും. വീട് എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട്. സോഷ്യൽ മീഡിയയിലെ ഓരോ അക്കൗണ്ടുകളും ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവന്റെ വീടാകുന്ന സ്വകാര്യതയാണ്. അനുവാദമില്ലാതെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾക്കപ്പുറത്ത് ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരു സിസ്റ്റവുമായി ബന്ധപ്പെട്ട് അതല്ലാത്ത അർത്ഥത്തിൽ ഒരാളുടെ അക്കൗണ്ടിലേക്കും ഒരു വ്യക്തിയുടെ വീടുകളിലേക്കും സ്വകാര്യതകളിലേക്കും അനുവാദമില്ലാതെ കടന്നു ചെല്ലാൻ പാടില്ല എന്നത് ദീനിന്റെ നിഷ്കർഷയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ഒരു സഹാബി വന്നതാണ്. അനുവാദം ചോദിച്ച് റസൂലിനെ കാത്തിരിക്കുന്ന വേളയിൽ
വീടിന്റെ ഒരു മൂലയിൽ കണ്ട ഓട്ടയിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെടുക്കുകയാണ് എന്ന് അദ്ദേഹം വളരെ സ്വാഭാവികമായി അദ്ദേഹം നോക്കിപ്പോകുന്നുണ്ട്. വമഅൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം മിദ്റൻ യഹുക്കു ബിഹി റഅസഹു. ആ ഹദീസ് ഉദ്ധരിക്കുന്ന ആയത്തിൽ ആ വരിയിൽ കാണാം, തല ചൊറിയാൻ ഉപയോഗിച്ചിരുന്ന ഒരു കമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ലൗ അഅലമു അന്നക തൻദുറു ലതഅൻതു ബിഹി ഫി ഐനിക്. താങ്കൾ നോക്കുന്നത് ഞാൻ കണ്ടിരുന്നെങ്കിൽ എന്റെ ഈ കണ്ണുപയോഗിച്ച് താങ്കളുടെ കണ്ണടിച്ച് പൊട്ടിച്ചേനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് ചേർത്തുകൊണ്ട് പറയുന്നതായി ഹദീസ് ഗ്രന്ഥങ്ങൾ കാണാം. റസൂൽ ഇത്ര കൂടി പറഞ്ഞു, ഇന്നമാ ജുഇലൽ ഇസ്തിഗ്ദാനു മിൻ അജലിൽ ബസർ. അനുവാദം ചോദിക്കണമെന്ന് പറഞ്ഞത് അകത്തേക്ക് നോക്കാതിരിക്കാൻ വേണ്ടിയാണ്. അനുവാദം ചോദിക്കാൻ പറഞ്ഞത് നിങ്ങളുടെ കണ്ണുകൾ അകത്തേക്ക് പായാതിരിക്കാൻ വേണ്ടിയാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് മദാരിജുസ് സാലിക്കീൻ എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അതിമനോഹരമായി ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. വമിനൻ നാസ്, ജനങ്ങളിൽ ചില മനുഷ്യരുണ്ട്, മിൻ തബഇഹി തബഉ ഖിൻസീരിൻ, അവർ പന്നികളെ പോലെയാണ്, പന്നികളെ പോലെ പ്രകൃതമുള്ള ചില മനുഷ്യർ. യമുറു ബിത്തയ്യിബാതി ഫലാ യദ്വ അലൈഹ, നല്ലതിന്റെ ഇടയിലൂടെ അവർ കടന്നു പോകും, ഒരുപാട് നന്മകളുടെ വഴിയിലൂടെ അവർ സഞ്ചരിക്കും, പക്ഷെ അവർ ഫലാ യൽബി അലൈഹ, അതിലേക്ക് അവർ തിരിഞ്ഞു നോക്കില്ല. വഹകദാ കസീറുൻ മിനൻ നാസ് യസ്മഉ മിൻക വയറാ മിനൽ മഹാസിനി അദ്ആഫ അദ്ആഫിൽ മസാദി ഫലാ യതഹഫ്ഫദുഹാ വലാ യൻഖുലുഹാ വലാ തുനാസിബുഹു. എന്നാൽ മഹാഭൂരിപക്ഷം ജനങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ഒരുപാട് നന്മകൾ കേൾക്കും, ആ നന്മകളൊന്നും അവർ ഓർത്തുവെക്കില്ല, മറ്റുള്ളവരിലേക്ക് അതിനെ പാസ് ചെയ്യുകയില്ല, റിപ്പോർട്ട് ചെയ്യുകയില്ല. ഫഇദാ റആ സഖതതൻ ഔ കലിമതൻ ഔറാ വജദ ബുഖിയതഹു വമാ യുനാസിബു. പക്ഷേ വീഴ്ച സംഭവിച്ചാൽ, വലിയ ന്യൂനതകൾ കണ്ടാൽ അവർ അതുമായി ജനങ്ങളിലേക്ക് നടക്കും. ഫജഅലഹാ ഫാഖിഹതഹു വനഖലഹു, അത് വലിയ സ്വാദിഷ്ടമായ ഭക്ഷണം എന്ന രൂപത്തിൽ അവർ അതിനെ കൈകാര്യം ചെയ്യും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവത്തിനെ തുടർന്ന് അദ്ദേഹം നൽകുന്ന വിശദീകരണമാണ്, നമുക്കൊരു മുറിവേറ്റാൽ ആ മുറിവ് നമ്മൾ തുടച്ച് വൃത്തിയാക്കി നമ്മളത് വളരെ സുരക്ഷിതമായി കെട്ടിവെക്കാറുണ്ട്. എന്തിനാണ് നമ്മളത് കെട്ടിവെക്കുന്നത്? ആ മുറിവിനെ ഈച്ചകൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാറില്ല എന്നതുകൊണ്ടാണ്, നാം വിട്ടുകൊടുക്കേണ്ടതില്ല എന്നതുകൊണ്ടാണ് നാം ആ മുറിവ് വളരെ സുരക്ഷിതമായി കെട്ടിപ്പൂട്ടി അത് മുറുക്കി കെട്ടിവെക്കുന്നത്. പക്ഷേ ആ മുറിവിന്റെ കെട്ടിപ്പൂട്ടി മുറുക്കി വെച്ച മുറിവിന്റെ മുകളിലും പറക്കുന്ന ഈച്ചകളെ പോലെ ഒട്ടിയടച്ച വാതിലുകൾക്കുള്ളിൽ രഹസ്യങ്ങൾ ചോർത്തുന്നതിന് വേണ്ടി മറ്റുള്ളവർ നോക്കുന്നുവെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞത് അവർക്ക് ഈമാനില്ല എന്നല്ല, അത്തരം ആളുകൾക്ക് സമൂഹത്തിൽ ഒരു മാന്യതയും മര്യാദയുമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. മറ്റുള്ളവരുടെ വാതിലുകളിൽ നിങ്ങൾ ചെന്ന് നിൽക്കരുത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്കറിവില്ലാത്ത കാര്യത്തിൽ നിങ്ങൾ നിൽക്കരുത്. ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കട്ട് കേൾക്കുന്നതും കട്ട് നോക്കുന്നതും മറ്റുള്ളവരെ കുറിച്ച് ദുർവിചാരം പുലർത്തുന്നതും എല്ലാം നാളെ പടച്ചതമ്പുരാൻ കൈകാര്യം ചെയ്യും. അറബി ഭാഷയിൽ ആവശ്യമില്ലാത്ത ഇടത്തേക്ക് വലിഞ്ഞു കയറി ചെല്ലുന്നതിന് തതഫുൽ എന്നാണ് പറയുക. തതഫുൽ എന്ന് പറഞ്ഞാൽ വലിഞ്ഞു കയറുക എന്നാണ് അർത്ഥം. തുഫൈൽ എന്ന പേരായ ഒരു മനുഷ്യനിലേക്ക് ചേർത്താണ് തതഫുൽ എന്ന പദപ്രയോഗം ഉണ്ടായത്. കൂഫക്കാരനായ തുഫൈൽ എന്ന് പറയുന്ന മനുഷ്യൻ, ഗത്ഫാൻ ഗോത്രക്കാരനായ തുഫൈൽ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ശീലം എല്ലാ വിളിക്കാത്ത കല്യാണങ്ങൾക്കും അയാൾ കയറി ചെല്ലും. അദ്ദേഹത്തിലേക്ക് ചേർത്തിട്ടാണ് തതഫുൽ, വലിഞ്ഞു കയറി ചെല്ലുക എന്ന പ്രയോഗം പോലും അറബി ഭാഷയിൽ ഉണ്ടായത്. വലിഞ്ഞു കയറി ചെല്ലൽ ഒരു സംസ്കാരമായി മാറിയിരിക്കുന്നു. ഒരു മനുഷ്യൻ പെട്ടെന്ന് പണക്കാരനായി എന്ന് വിചാരിക്കുക, പിന്നെ നമ്മുടെ നാട്ടുകാർ അയാളെ കുറിച്ച് പറയുന്നത് അയാളുടെ ചാക്കുകെട്ടിൽ എന്തോ കൊണ്ടുപോകുന്നത് കണ്ടു എന്നാണ്. അയാൾ എങ്ങനെയാണ് ധനികനായി എന്നതിനെ കുറിച്ചുള്ള PhD ആണ് പിന്നെ ആളുകളുടെ സബ്ജക്ട്. അതേക്കുറിച്ച് ആളുകൾ കിംവദന്തികൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ തന്റെ ഭാര്യയെ തലാക്ക് ചൊല്ലി, റാസാബീഗവും അതേപോലെ വലിയ ഗസൽ രംഗത്ത് നിൽക്കുന്ന അവർ രണ്ടുപേരും പിരിഞ്ഞപ്പോൾ ചാനലുകളും മനുഷ്യരും അവരുടെ പിന്നാലെയാണ്. സെലിബ്രിറ്റികൾ അവർ വിവാഹമോചിതരായാൽ അവരുടെ വിവാഹമോചനത്തിന്റെ കാരണമെന്ത് എന്ന് അന്വേഷിക്കുന്ന ദുനിയാവിൽ മുഴുവൻ ആകെ ചർച്ചാ വിഷയം അവരുടെ തലാക്കായി മാറുന്നു. അയാളുടെ ഭാര്യയെ തലാക്ക് ചൊല്ലി അതിനെക്കുറിച്ച് ഗോസിപ്പുകൾ പറഞ്ഞു നടക്കുന്നു. ഒരു മനുഷ്യൻ കച്ചവടം തുടങ്ങി, ആ കച്ചവടം നഷ്ടത്തിലായി, കടക്കാരനായി. പിന്നെ അദ്ദേഹത്തിന്റെ കടത്തെക്കുറിച്ചായിരിക്കും ആളുകളുടെ ചർച്ചാ വിഷയം.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാം ഈ തതഫുല്, ഈ വലിഞ്ഞ കയറ്റം ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആൻ ഇത്തരം ഒരു സംസ്കാരം നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. തതഫുൽ എന്ന് പറയുന്നത് അത് വലിഞ്ഞു കയറി ആളുകളുടെ രഹസ്യങ്ങളെ അന്വേഷിക്കുന്നവന്റെ സംസ്കാരമാണ് എന്ന് മാത്രമല്ല, മനോഹരമായ ഇസ്ലാം ഏത് എന്ന് പരിചയപ്പെടുത്തുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഹ്നി. മനോഹരമായ ഇസ്ലാം ഏതാണെന്ന് അറിയുമോ? സംസ്കാരമുള്ള ഇസ്ലാം ഏതാണെന്ന് അറിയുമോ? ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ശീലം എന്ന് പറയുന്നത് തന്നെ ബാധിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ്. ദുനിയാവിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും എനിക്കറിയണം. എല്ലാ വീടുകളിലെയും പ്രശ്നങ്ങൾ എന്റെ സബ്ജക്റ്റായി മാറണം. അതിൽ ഞാൻ ഇടപെടണം. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കണം. അതേക്കുറിച്ചുള്ള അറിവെനിക്കുണ്ടായിരിക്കണം. ഞാൻ അറിയാത്ത ഒരു കാര്യവും ഈ ഭൂമി മലയാളത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇത് ആളുകളുടെ മാനസിക രോഗമാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാവശ്യവുമായി എന്നെ പറഞ്ഞയച്ചു. വളരെ വൈകിയാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. തിരിച്ചു വന്നപ്പോൾ ഉമ്മ എന്നെ ചോദ്യം ചെയ്തു, മാ ഹബിസക ഐന കുൻത യാ അനസ്. അനസ്, എന്താണ് നീ വൈകിയത്? എവിടെയായിരുന്നു ഇത്രയും നേരം? അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പ്രിയപ്പെട്ട ഉമ്മയോട് മറുപടി പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാവശ്യത്തിന് എന്നെ പറഞ്ഞയച്ചതാണ്. അപ്പൊ ഉമ്മ ചോദിച്ചു, എന്തായിരുന്നു അനസ് റസൂൽ പറഞ്ഞ് അയച്ച നിന്റെ ആവശ്യം? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നഹാ സിർറുൻ, അതൊരു രഹസ്യമാണ്. അതൊരു രഹസ്യമാണ്, നിങ്ങളോട് പറയാൻ പറ്റില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു രഹസ്യമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചോദിക്കുകയും അത് ചുഴിഞ്ഞന്വേഷിക്കുകയും അത് പ്രസ്താവന നിരത്തിക്കൊണ്ട് സമൂഹത്തിൽ മുഴുവൻ അത് വിമലീകരിക്കുകയും ചെയ്യുന്ന രീതികളും സ്വഭാവങ്ങളും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഇന്നഹാ സിർറുൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ രഹസ്യമാണത്, എനിക്ക് പറയാൻ സൗകര്യമില്ല. ലാ തുഹദ്ദിസ് ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസിർരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹദ. മോനെ, എന്നാൽ റസൂലിന്റെ രഹസ്യത്തെ കുറിച്ച് നീ ആരോടും പറയരുത് കേട്ടോ എന്ന് മഹാനായ അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മ അനസ് റളിയല്ലാഹുവിനെ ഉപദേശിക്കുന്നുണ്ട്. ഇത് അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിന്റെ ഉമ്മയാണ് പറഞ്ഞത്. നമ്മളാണെങ്കിലോ ആ രഹസ്യം അറിയാതെ 4 ദിവസം നമ്മൾ ഉറങ്ങാതെ നടക്കും. നമുക്ക് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാൽ അത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മൻ ഗസ്സല മയ്യിതൻ ഫഅദ്ദാ ഫീഹിൽ അമാന. ഒരാൾ മയ്യിത്തിനെ കുളിപ്പിച്ചാൽ അത് ആ മയ്യിത്തിനോടുള്ള അമാനത്താണ്. ഒരാൾ മയ്യിത്തിനെ കുളിപ്പിച്ചാൽ അത് ആ മയ്യിത്തിനോടുള്ള അമാനത്താണ് നിറവേറ്റുന്നത്. വലം യുഫ്ശി അലൈഹി മാ യകൂന മിൻഹു ഇൻദ ദാലിക ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദതുഹു ഉമ്മുഹു. സാധാരണ നമ്മുടെ നാട്ടിൽ മയ്യിത്ത് കുളിപ്പിക്കുന്ന ചില പ്രകൃതമുള്ള ആളുകൾ അവരുടെ സ്വഭാവമാണ്, വല്ല ആത്മഹത്യ ചെയ്ത മനുഷ്യനാണ് എങ്കിൽ, അതല്ല വല്ല ദുർമരണത്തിൽ മരണം സംഭവിച്ച മനുഷ്യനാണ് എങ്കിൽ, ആക്സിഡന്റിൽ മരിച്ച മനുഷ്യനാണ് എങ്കിൽ ചില ആളുകൾ മയ്യിത്ത് കുളിപ്പിക്കും. എന്നിട്ട് കുളിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം അവന്റെ മൂക്കൊന്ന് കാണണമായിരുന്നു, അവന്റെ വയറൊന്ന് കാണണമായിരുന്നു, അവന്റെ തലയൊന്ന് കാണണമായിരുന്നു എന്ന് പറഞ്ഞ ആളുകളോട് ഈ മരിച്ചു കിടക്കുന്ന മയ്യിത്തിനെ കുളിപ്പിച്ചതിന്റെ അനുഭവം മനുഷ്യർക്കിടയിൽ വിവരിക്കുന്ന ആളുകൾ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു അമാനത്താണ്, അത് നിങ്ങൾ മറച്ചു വെക്കണം. അത് മറച്ചു വെക്കുന്നുവെങ്കിൽ ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദതുഹു ഉമ്മുഹു. ഒരു പാപവും ഇല്ലാതെ പുറത്തു വന്ന ഒരു ചെറിയ നവജാത ശിശുവിനെ പോലെയായിരിക്കും ആ മനുഷ്യൻ ആ അമാനത്ത് സത്യസന്ധമായി നിറവേറ്റുന്നത് എങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്, അതെന്റെ പ്രകൃതത്തിന്റെ ഭാഗമാണ്. എന്റെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പരിഗണിക്കുക. എന്നാൽ അതിലൊന്നും പെടാത്ത എന്റെ അയൽപക്കത്തുള്ള, എന്റെ കൂട്ടിലുള്ള, എന്റെ ചങ്ങാത്തത്തിലുള്ള ഓരോ വ്യക്തികളുടെയും കാര്യങ്ങൾ അന്വേഷിക്കുക എന്ന് പറയുന്നത് അത് ഭീകര കുറ്റകൃത്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ജരീർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹുവിന്റെ ചരിത്രമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഒരു സദസ്സിലിരുന്ന് കീഴ്വായു പുറപ്പെട്ട ഒരു മനുഷ്യന്റെ അഭിമാനം പരിരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാം വുളൂ ചെയ്താലോ എന്ന് പറഞ്ഞ ആത്മാർത്ഥമായ പരിശുദ്ധമായ ഒരു മനസ്സിന്റെ നിലപാടുണ്ട്. ജരീർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു പള്ളിയുടെ കണക്ഷനിൽ ആത്മാർത്ഥമായി എല്ലാ സഹോദരങ്ങളും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കൊക്കെ വുളൂ ചെയ്താലോ എന്ന് ഒരു മനുഷ്യന്റെ അഭിമാനത്തെ പരിരക്ഷിച്ചുകൊണ്ട് മറച്ചു വെച്ചുകൊണ്ട് വുളൂ എടുക്കാൻ സന്നദ്ധത കാണിച്ച സഹാബാക്രാമുകളുടെ ചരിത്രം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമീപനമായിരിക്കണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവേണ്ടുന്നത്. ഇത് തലഖൗനഹു ബി അൽസിനതികും വതഖൂലൂന ബി അഫ്വാഹികും മാ ലൈസ ലക്കും ബിഹി ഇൽമുൻ വതഹ്സബൂനഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി അളീം.
ചെവി കൊണ്ട് കേൾക്കാൻ സമയമില്ലാത്ത ചില ആളുകൾ നേരെ നാവിലേക്ക് വാക്കുകൾ സ്വീകരിക്കും, പിന്നീട് അത് പറഞ്ഞുകൊണ്ട് നടക്കും. ശരിയാണോ എന്നറിയില്ല, പ്രകൃതിപരമായ ന്യൂനതയാണെങ്കിൽ അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്ന് അതിനെക്കുറിച്ച് പറയാൻ, അങ്ങനെ പരീക്ഷണമാണ് എങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞു നടക്കാൻ എനിക്കെന്ത് അധികാരമാണുള്ളത്? നിങ്ങൾ ലളിതമാണ് എന്ന് വിചാരിക്കുന്നു, അത് അള്ളാഹുവിന്റെ അടുക്കൽ അങ്ങേയറ്റം ഗുരുതരമായതാണ്. മറ്റുള്ളവരുടെ തുണിയിലേക്ക്, വസ്ത്രങ്ങളിലേക്ക് നോക്കുന്നതിന് മുമ്പ് എന്റെ വസ്ത്രം തഖ്വയുടെ വസ്ത്രമാണ് എന്ന്, ഞാൻ എന്റെ ഔറത്തുകൾ മനോഹരമായി മൂടി വെച്ചിരിക്കുന്നു എന്ന് ആദ്യം ഉറപ്പുവരുത്തുകയാണ് യഥാർത്ഥത്തിൽ ഒരാൾ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതേസമയം ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ വയ്യ. ബസ്സിലെ സംഭവത്തെ തുടർന്നുള്ള ആത്മഹത്യക്ക് ശേഷം സ്ത്രീകൾക്കെതിരായ വിദ്വേഷ പ്രചാരണങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ പോസ്റ്റുകളായി, ട്രോളുകളായി, റീൽസുകളായി ഓൺലൈൻ ഇടങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബസ്സുകളിൽ നാലാളുകൾ കൂടുന്നിടത്ത് പുരുഷന്മാർ സ്വയം പരിഹാസ്യരായി അപമാനിക്കപ്പെട്ട സ്ത്രീകളെ, അല്ലെങ്കിൽ സ്ത്രീകളെ അപമാനിച്ചുകൊണ്ട് അത്തരത്തിൽ ചില റീൽസുകളും ചില പരസ്യങ്ങളും ഇന്ന് ധാരാളമായി കൊണ്ടിരിക്കുന്നു. സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസുകൾ യഥാർത്ഥത്തിൽ വർദ്ധിച്ചിട്ടേ ഉള്ളൂ. കാലം മുമ്പോട്ട് ചെല്ലുന്തോറും അത് ധാരാളക്കണക്കിനായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത് പ്രത്യക്ഷ വയലൻസുകളായി, പരോക്ഷ വയലൻസുകളായി ഇന്ന് സമൂഹത്തിൽ പല തരത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത്തരം അനുഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നു. ബസ്സും ട്രെയിനും ആൾക്കൂട്ടവും ചിലർക്ക് സ്വന്തം വീടുകൾ പോലെ അത്രമേൽ സുരക്ഷിതമല്ലാത്ത ഇടങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. പൊതു ഇടങ്ങളിൽ പോലും അപരിചിതനായ ഒരാൾ അടുത്തു വന്നു നിന്നാൽ തന്നെ തനിക്കൊരു അരക്ഷിത ബോധം തോന്നുന്ന അവസ്ഥയിലേക്ക് സ്ത്രീ സമൂഹം മാറിയിട്ടുണ്ട് എന്ന വസ്തുത ഈ ട്രോളുകൾക്കിടയിലും നിരന്തരമായ സ്ത്രീകൾക്കിടയിലുള്ള ഈ നിരന്തരമായ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾക്കിടയിലും നമ്മൾ മറക്കാതെ പോകരുത് എന്ന കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. സോഷ്യൽ മീഡിയ വൈറൽ കണ്ടന്റ് ഭ്രമങ്ങളോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിന്റെ പേരിൽ അതൊരു സ്ത്രീ വിരുദ്ധ പ്രചരണത്തിലേക്ക് പോകാതിരിക്കാൻ കൂടി പ്രത്യേകം വിശ്വാസ സമൂഹം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ